എടി എവിടെ അടി പ്ലാവ് നിൽക്കുന്നു പറഞ്ഞു ചക്ക ഉണ്ട് പ്ലാവ് നിൽക്കുന്നു പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് എന്ത് ചെയ്യും? എന്റെ പൊന്നിയായിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ടൊന്നും അവിടെ ഇറങ്ങി പോവാ പുഴയിലോട്ട്. അവിടെയാണോ പ്ലാവ് നിൽക്കുന്നേ? ഇനിയുള്ള സൈഡ് നിൽക്കുന്നുണ്ട് പുഴയുടെ സൈഡില്. ആഹാ ആ ഭാഗത്തായിരുന്നു. അമ്മണി ഒരുപാട് അങ്ങോട്ട് ഇറങ്ങല്ലേ, വെള്ളമാ. എടി ചക്ക കളഞ്ഞു കാണൂടി. ആ ചക്ക കളഞ്ഞിക്കേട്ടാ. ഒരുപാട് കളയേണ്ട ആവശ്യമില്ല, നമുക്കധികം പിന്നെ പുഴുങ്ങാൻ വേണ്ടിട്ടല്ലേ, കറി വെക്കാനല്ലേ, അത് മതി. ചേട്ടൻ അങ്ങോട്ട് കയറി പോയിട് ചേട്ടാ, ഇവിടെ തന്നെ എന്താ എങ്ങനെ കിട്ടുന്നേ? ദൈവമേ പേടി അങ്ങനെ ചക്ക എന്റെ തടയിൽ വന്ന് വീഴുവോ? എന്തും മോളെ എന്താ അത്? ഇവിടെ കിടന്ന് കിട്ടിയതാണോ നിനക്ക്? മോളെ അത് അവിടെ തന്നെ വെച്ചാൽ എന്താണെന്നറിയോ, ചിലപ്പോൾ എനിക്ക് കുളിക്കാൻ വന്നവർ ചിലപ്പോൾ ഊരി വെച്ചതായിരിക്കും, ഓർക്കാതെ അവർ എടുക്കുക, ചിലപ്പോൾ എടുത്തിട്ടായിരിക്കും. മോൾ അവിടെ തന്നെ വെച്ചാൽ അവർ വന്ന് ഇനി തിരക്കുമ്പോഴത്തേക്ക് കാണത്തില്ലെങ്കിൽ പിന്നെ അന്ന് പിന്നെ വിഷമിക്കും. പിന്നെ അവര് ഈ പെണ്ണ് പറഞ്ഞാ കേക്കത്തില്ലേ? ഇനി ആരെങ്കിലും പ്രാകൂന്ന്. ഓ 2 മോതിരം കളഞ്ഞു കിട്ടി ചേട്ടാ അമ്മണിക്ക്. ഇതേണ്ട അത് 2 എനിക്ക് അവൾ എടുക്കുവാന്ന്, ഞാൻ പറഞ്ഞ എടുക്കണ്ടെന്ന്. എവിടെ സ്വർണ്ണവും തന്നെ ചേട്ടാ, 2 പാവിടോ മുത്തോ എനിക്ക് അറിഞ്ഞൂടെ എന്തുവാന്ന്, കല്ല് വെച്ചതാ. ഇതൊക്കെ ചുമ്മാ എടുത്തു കഴിഞ്ഞ് പിന്നെ പൊല്ലാപ്പാകും. ഞാൻ തന്നെ പറഞ്ഞു ഇവിടെ തന്നെ വെച്ചേക്കാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ആ ചക്ക കിട്ടിയോ ചേട്ടാ? ആ നീ എന്തെങ്കിലും ചെയ്യും. ആ ചെല്ല് ചെല്ല്, ഞങ്ങൾ ചക്ക എങ്കിൽ വീട്ടിൽ കൊണ്ടുപോട്ടെ. കുസൃതി ചോദ്യമൊക്കെ ഞാനിപ്പോ അങ്ങ് മറന്ന്. അമ്മേ ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ കുടിക്കാൻ? ഓ ഓറഞ്ച് ജ്യൂസ് ഇപ്പൊ വേണ്ട, മഴ ആയതുകൊണ്ട് എനിക്കെങ്കിലേ തണുപ്പില്ല, അതുകൊണ്ട് ഇപ്പൊ കൊണ്ട് ദാഹമില്ല. പിള്ളേർക്ക് കൊടുക്കടി. വേറെ ആരും ഞാൻ തന്നെ. ഓ രാവിലെ ഭയങ്കര ഡ്യൂട്ടിയായിരുന്നു എനിക്ക്, മന്ത്രിമാര് വരുന്ന ഒരു പരിപാടിയായിരുന്നു. അയ്യോ ഒരുപാട് കഷ്ടപ്പെട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ ഇറങ്ങി. ചന്ദ്രിമോളെ അമ്മ ആഹാരം കഴിച്ചോ? ആ കഴിച്ചോ മക്കളെ. ഞാനെന്നാ പോയി ചേട്ടന് ആഹാരം എടുത്തു വെക്കട്ടെ. ആഹാ എന്തുവാ മോളെ? എവിടുന്ന് കളഞ്ഞു കിട്ടി മോളെ? ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ ഊരി വെച്ചൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഒഴി വന്നാന്ന് പറഞ്ഞു ഞാൻ എടുത്തോണ്ട് വന്നു നമുക്ക് കളിക്കാൻ വേണ്ടി. എന്തൊക്കെ പരിപാടികളാണ് ഇവർ ഒപ്പിക്കുന്നത്, പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. ഇതെന്തൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എടി നീ ഇനി അവനെ കളിയാക്കി അവനെ ദേഷ്യം പിടിപ്പിക്കാതെ വെറുതെ. ഓ ഇതെന്തോ 2 പേരും അങ്ങോട്ട് ഇട്ട് കിടന്ന് കളിയാക്കുന്നേ. പ്രായമായോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? എടി പിള്ളേരെ നോക്കണേ, ഇവരെന്നെ പോലെ
പ്രായമായി നിൽക്കുന്നത്. പ്രായമായോ? ഇതെന്തോ പിള്ളേര് പ്രായമായിരുന്നു. ഓ, പുറത്തും കാലിനും ഒക്കെ ഭയങ്കര വേദന. തൈര് ഒന്ന് വരട്ടി തരുമോ? ഇതെന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കളവന്മാര് സംസാരിക്കുന്ന പോലെ. ഓ, നിങ്ങൾക്കൊക്കെ എന്താ? എന്റെ കാൽമുട്ടോ ഭയങ്കര വേദനയാ. നാണിത്തള്ളേ, തൈര് വല്ല ഇരിപ്പുണ്ടോ നിങ്ങളുടെ? എന്റെ കൂടെ കാലിനൊന്ന് തിരുമ്പി താരെങ്കിലും ഒന്ന്. പിള്ളേരെ അവിടെ നിൽക്കാന് നിങ്ങളെന്താ ഞങ്ങൾ പറഞ്ഞ വരുന്നത്? നിങ്ങൾ പോ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോവാ. മൂക്കുന്നിമലല്ലേ ഞങ്ങളുടെ വീട്. നിങ്ങളെന്താ ഞങ്ങളോട് വരുന്നേ? നിങ്ങളെന്താ പറഞ്ഞു? മൂക്കുന്നിമലല്ലാന്നോ നിങ്ങളുടെ വീട്? നിങ്ങൾക്കത് സ്വഭാവമല്ലേ? നിങ്ങളാണ് വിചാരിക്കുന്ന മോതിരം ഊരിക്കള എന്ന് പറയാന്? ഞങ്ങൾ മൂക്കുന്നിമല പോ, വെറുതെ ഞങ്ങൾ പറയാൻ വന്ന് ശല്യം ചെയ്യരുത്, പറഞ്ഞേക്കാം. വേഗം മതി, അവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. അവരെ പിന്നെ കണ്ടു കിട്ടാൻ പാടായിരിക്കും. പെട്ടെന്ന് വാ. എടി, നമ്മൾ എത്ര ദൂരമായിട്ട് നടക്കുന്ന അവരെ കണി കാണാനില്ലല്ലോ. എടി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വരെ വഴി അറിയത്തുള്ളൂ. നമുക്ക് ഇവിടെ വരെ ഇരിക്കാം. നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചമൊക്കെ വന്നു കഴിഞ്ഞിട്ടേ അതുകൊണ്ട് ചന്ദ്രൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ചന്ദ്രന്റെ വെട്ടം കുറച്ചുകൂടെ ആവട്ടെ, നിലാവ്. അപ്പത്തേക്ക് നമുക്ക് പിന്നെ വഴി തപ്പി നടക്കാം. നമുക്ക് അതുവരെ ഇവിടെ ഇരിക്കാം. ശരി ചേട്ടാ, ചന്ദ്രൻ ഉദിച്ച് കഴിയുന്ന വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പൊ നല്ല നിലാവ് കാണുമല്ലോ. അപ്പൊ നമുക്ക് വെട്ടം കിട്ടുമ്പോഴത്തേക്ക് വഴിയൊക്കെ മനസ്സിലാവും. അതുവരെ നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കാം. നീ പിന്നെ പ്രാകാനായിട്ട് നടക്കുമല്ലേ? നീ ഇനിയിപ്പോ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അമ്മണി കൊണ്ടുവന്ന മോതിരം ഇല്ലയോ കൈയിട്ടത്? അവരെ ഓരോ പരിപാടി കാണിച്ചു വെച്ചാൽ ഇപ്പം ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്തുവാ? എനിക്ക് ആ പണം പേടിയായിട്ട് വയ്യ. നമ്മളെന്തായാലും നമ്മുടെ താവളത്തിൽ എത്തിപ്പെട്ടല്ലോ. കുറെ മനുഷ്യർ നമ്മളെ പിന്തുടരുന്നുണ്ട്. അവരിവിടെ എത്തുവോ? ഇല്ലില്ല. നമുക്ക് നമ്മുടെ വേടന്മാരെ ആണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. അവരെങ്കിൽ നമ്മളെ സംരക്ഷിച്ചോളൂ. വേടന്മാരെ, ഇങ്ങോട്ട് വന്നേ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. വേടന്മാരെ, നിങ്ങളൊരു കാര്യം ചെയ്യ്. ഇവിടെ തീ കൂട്ടിയിട്ടെ, തീ ഒന്ന് കായട്ടെ. നല്ല തണുപ്പുണ്ടല്ലേ? അതെ, നല്ല തണുപ്പ്. ഞങ്ങൾ വേണ്ട തീ കൂട്ടിയിട്ടുണ്ട്. എന്താ പിന്നെ കാര്യം ചെയ്യ്, പാട്ട് പാടി നൃത്തം ചെയ്യ്. നമ്മുടെ കാട്ടുപാട്ട്. ജിങ്കാരേ ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ. ഓ, നല്ല ക്ഷീണം. നമുക്ക് ഇങ്ങോട്ടൊന്ന് കിടക്കാം. ഞാൻ ഇവരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോകും. നീ അവിടെ കിടന്നോ. ജിങ്കിരി ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ. എന്തോ എന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയല്ലോ. അയ്യോ, എന്റെ മോതിരം ഊരിപ്പോയല്ലോ. ജിങ്കാരേ ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ 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 ജിങ്കര ജിങ്കാരേ 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 ജിങ്കരി ജിങ്കാരേ. ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ. ചേട്ടാ, ഇപ്പൊ കുറച്ച് വെട്ടം വന്നു തോന്നുന്നു. വേണ്ട, നിലാവ് കുറെ വന്നിട്ടുണ്ട്. നമുക്ക് അതിന് അങ്ങോട്ട് നടന്നാലോ? അയ്യോ, എവിടെ എന്റെ കൊച്ച്? അയ്യോ, വേണ്ട, അമ്മയുടെ അമ്മയൊക്കെ വന്നേക്കുന്നത്. എന്താ കൊച്ചിന് പറ്റിയത്? അമ്മണി കൊണ്ടുവന്ന ആ മോതിരം ഇല്ലേ? നിങ്ങൾ കണ്ടായിരുന്നോ മോതിരം? ആ മോതിരം അന്നെങ്കിൽ എന്റെ കിങ്ങിണിയും കൂടി ഇട്ട് അവർ രണ്ടുപേരും ആ മോതിരം ഇട്ടതിന് ശേഷം ഈ രണ്ടുപേരും പ്രായമായി. എന്നിട്ട് അവർ മൂക്കുന്നിമലെ പോകാൻ പറഞ്ഞിട്ട് ഇതുവഴി ഓടിപ്പോയി. ആ നാട്ടുകാർ പറഞ്ഞ ഞങ്ങൾ അറിഞ്ഞത്. പിള്ളേരെങ്കിൽ ഇതുവഴി ഓടിപ്പോന്ന് കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഓടി എത്തിയത്. ഞാനൊക്കെ അങ്ങോട്ട് അപ്പഴേ പറഞ്ഞു ആ മോതിരം എടുക്കല്ലേന്ന്. നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഇത്രയും പേരുണ്ടല്ലോ, പെട്ടെന്ന് പോകാം. നമുക്ക് ഞാൻ മൂക്കുന്നിമല എവിടെ അന്വേഷിച്ച് പോകാം. രക്ഷപ്പെട്ടു വിടെത്തി. രക്ഷിക്കും ഞങ്ങള്. വേഗം നടക്കുമോളെ. ജിങ്കിരി ജിങ്കാരേ ജിങ്കിരി ജിങ്കാരേ. നമ്മൾ അമ്മനെ എങ്ങനെ രക്ഷിക്കും? അമ്മയുടെ കയ്യിൽ ഇപ്പോഴും മോതിരം കിടപ്പില്ല. അവള് നമ്മളെ ആക്രമിക്കും. അവൾക്ക് ഭയങ്കര ശക്തിയായിരിക്കും ഇപ്പൊ. അതുകൊണ്ടെങ്കിൽ
മറ്റവന്മാരെ നേരിടാം നമുക്ക്. എന്തൊരു തണുപ്പാ മോളെ. ഓ, തൊണ്ടയിൽ അടഞ്ഞിരിക്കുക വന്നിട്ട് നമ്മുടെ എല്ലാവരും. ആരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ആരും സംസാരിക്കുന്നേ. അയ്യോ, നമ്മളെ കണ്ടെത്തുന്നവര്. നമുക്കൊന്നും നോക്കണ്ട, അവന്മാരെ അടിച്ച് താഴെ ഇടാം. എല്ലാരും കൂടെ കൊടുത്തു അവന്മാർ കിട്ടിയിടി. അയ്യോ, ഞങ്ങളെ ഇടിച്ച് ശരിയാക്കി. അയ്യോ, ഞങ്ങളെ ഇടിച്ച് പപ്പടമാക്കി. ഞങ്ങൾക്ക് ഇനി എഴുന്നേക്കാൻ വയ്യേ. എന്താ മോളെ? അയ്യോ, എന്തൊരു പാട ഊരി എടുക്കാൻ. ഓ, ഒരു വീത് ഊരി. ഇനി എത്ര പെട്ടെന്ന് ആ മോതിരെടുത്തും കളഞ്ഞു ഞാൻ ദൂരോട്ട് എടുത്ത് കളഞ്ഞു. മോളെ ഈ പഴയ പോലായി. അയ്യോ, പഴയ അമ്മണി നമ്മുടെ. നിന്നെയൊക്കെ വെറുതെ വിടത്തില്ല. ഞങ്ങളെ ഇടിച്ച് പപ്പടമാക്കിട്ട് അങ്ങനെ പോവണ്ട. അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട, അവന്മാർ അടക്കണമെന്ന് പറയും. മോളെ അച്ഛനെ വിളിക്കുന്നത് എന്തൊക്കെ മോളെ? എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം മോളെ. അമ്മണി മോളെ, നീ രക്ഷപ്പെട്ടല്ലോ എന്തായാലും. ആ അതെ മോളെ, ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നാ നിന്നെ രക്ഷിച്ചത്. ചേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. യുവമാർക്ക് എപ്പോഴും ശക്തി പ്രാപിക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമുക്ക് എപ്പോഴും ഇവിടുന്ന് രക്ഷപ്പെടാം. യുവമാരെ അറിയാൻ പറ്റത്തില്ല. യുവമാർക്ക് ചിലപ്പോൾ ദിവ്യദൃഷ്ടിയോ ദിവശക്തിയോ എല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ വലിയ യുവമാരെ അകത്താക്കും. പെട്ടെന്ന് പോകാം, ഓടി തന്നെ രക്ഷപ്പെട്ടോ. എല്ലാത്തിനും വെച്ചിട്ടുണ്ട്, അവിടെ നിൽക്കെല്ലാരും. അയ്യോ, അവന്മാര് നമ്മളെ ഇടിച്ച് പപ്പടമാക്കി. നമ്മളിനി അവന്മാർക്ക് എന്തോ കാണിച്ചു കൊടുക്കാനാ?